ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ ഉടൻ അത് എടുത്ത് കളയുക. ഇല്ലെങ്കിൽ വീട്ടിലേക്ക് മൂദേവി കയറി വരും. മൂദേവി എന്ന് പറഞ്ഞാൽ നാശം, അതായത് വീട്ടിലേക്ക് ദുരിതങ്ങൾ കയറി വരും. മാത്രമല്ല കടം വന്ന് തലേ കയറും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് കേട്ടു നോക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കളഞ്ഞു നോക്കുക. അപ്പം മനസ്സിലാകും, അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഒരു ഐശ്വര്യത്തിൻ്റെ ഇല്ലായ്മയ്ക്ക് കാരണം നമ്മുടെ കൂടെയുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ കൂടെ ഐശ്വര്യഹാനി വരുത്തുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റുക. അങ്ങനെയുള്ള വസ്തുക്കൾ, അങ്ങനെ ഒരു വസ്തുവാണ് ഞാൻ പറയുന്നത്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ കടം വന്ന് നമ്മുടെ തലയെ കയറുമെന്ന് മാത്രമല്ല, മഹാലക്ഷ്മിക്ക് പകരം മൂദേവി ആയിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അത് ഏതൊരു കാര്യമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, ഈ നമ്മുടെ വീട്ടിൽ ചില ഫോട്ടോകൾ കാണും. ഈ ഫോട്ടോകൾ നിറം മങ്ങി കാലപ്പഴക്കം കഴിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന ഫോട്ടോകൾ കാണും. അപ്പം ഇങ്ങനെയുള്ള ഫോട്ടോകൾ, പൊട്ടിയ ഫോട്ടോകൾ, ചൈതന്യം നഷ്ടപ്പെട്ട ഫോട്ടോകൾ, ഇതൊക്കെ എടുത്ത് മാറ്റണം. കാരണം അതുപോലെ തന്നെ ഈ യന്ത്രങ്ങളുണ്ടല്ലോ, യന്ത്രങ്ങൾ എഴുതി വീട്ടിൽ വെക്കുമല്ലോ, അത് കാലപ്പഴക്കം ചെന്ന യന്ത്രങ്ങളുണ്ട്. അത് ഗുണത്തേക്കാൾ ഒരു ദോഷമേ ചെയ്തിട്ടുള്ളൂ. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ചിലർ നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടിയാണ് യന്ത്രങ്ങൾ എഴുതി വെക്കുന്നത്. പക്ഷെ കാലപ്പഴക്കം കഴിഞ്ഞ യന്ത്രങ്ങൾ, അതല്ല, ഒരു യന്ത്രം ഇപ്പോൾ തിരുമേനിയെ കൊണ്ട് എഴുതിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു 6 മാസം കഴിയുമ്പോൾ പൂജിക്കണം. ചിലർ പൂജിക്കത്തില്ല, അവിടെ അങ്ങ് വെച്ചേക്കും. ഇനി പൂജിച്ചാൽ തന്നെയും അതിനൊരു കാലപ്പഴക്കം, ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു 2 വർഷമോ അത് കഴിയുമ്പോൾ എടുത്ത് മാറ്റണം. ഇത് യന്ത്രമാണെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ കളയുക എന്നുള്ളതാണ്. അത് എവിടെയെങ്കിലും കൊണ്ടുപോയി സൗകര്യപ്രദമായതിന് പറ്റിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാലപ്പഴക്കം കഴിഞ്ഞ ഫോട്ടോകൾ, ചൈതന്യം നഷ്ടപ്പെട്ട ഫോട്ടോകൾ, അതുപോലെ ഇതുപോലെ എഴുതിയ യന്ത്രങ്ങൾ, അതുപോലെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന യന്ത്രങ്ങളുണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ അച്ചടിച്ച് വെച്ചിരിക്കുന്ന, കടയിൽ നിന്ന് മേടിക്കാം, അതൊക്കെ ചുമ്മാ വീട്ടിൽ മേടിച്ച് വെക്കുക. അതൊക്കെ ഗുണത്തേക്കാൾ ഉപരി ദോഷമാണ്. മഹാലക്ഷ്മിക്ക് പകരം മൂദേവി ആയിരിക്കും കയറുന്നത്. മനസ്സിലായി? ഐശ്വര്യത്തിന് പകരം നാശമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളതാണ്. ഈ ആവശ്യമില്ലാത്ത ചൈതന്യം നഷ്ടപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കാരൻ്റെ പറമ്പിലോട്ട് എടുത്ത് തരണമെന്നല്ല എൻ്റെ അർത്ഥം. ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ, കളയാൻ പറ്റിയ സംവിധാനങ്ങളുണ്ടല്ലോ. വീട്ടിൽ വന്ന് ഈ പഴയ സാധനങ്ങൾ കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് കൊടുത്ത് അത് ഡിസ്പോസ് ചെയ്യുക. അല്ലാതെ റോഡിൽ ഇടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ പറമ്പിൽ കൊണ്ടിടുകയോ ഒന്നും ചെയ്യരുത്. നമ്മളൊരാൾക്ക് ദോഷമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചെയ്യുന്ന ഒരു കാര്യം എന്തു തന്നെയാണേലും അതിനൊരു മറ്റൊരാൾക്ക് ദോഷമായിട്ട് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. വീട്ടിലെവിടെയെങ്കിലും എന്നാങ്കിലൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ല. അത് പഴകിയ യന്ത്രങ്ങളോ അല്ലെങ്കിൽ തകിട് എഴുതിയതോ അല്ലെങ്കിൽ ഈ ഒരുപാട് ചൈതന്യം നഷ്ടപ്പെട്ട ചില ഫോട്ടോകൾ, ഇതൊക്കെ മാറേണ്ടതാണ്. ഇപ്പം മനുഷ്യൻ തന്നെയാണേലും നമ്മൾ തന്നെയാണേലും ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകും. നമ്മളുടെ ആ ജീവിതത്തിലെ ആ എല്ലാത്തിനും ഒരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാകണം. നമുക്ക് ഒരു മനുഷ്യനായിക്കോട്ടെ, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ അതിലെല്ലാം ചേഞ്ച് വരും. ഈ ചൈതന്യം ഈ ഫോട്ടോകളാണേലും, എത്ര നല്ല ഫോട്ടോകളാണേലും അല്ലെങ്കിൽ എത്ര ഇതിൽ എഴുതിയ യന്ത്രങ്ങളാണേലും അതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ ഇപ്പം നമ്മളൊരു തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിലെന്ന് പറഞ്ഞാൽ എല്ലാ സമയവും നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടണമെന്നില്ല. ആ തൊഴിലിനൊരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ ആ തൊഴിലിൽ നിന്ന് ചിലപ്പം നമുക്ക് ലാഭം കിട്ടണമെന്നില്ല. എല്ലാത്തിനും ഉണ്ട് ഒരു ടൈം. നമുക്കാണേലും ജീവിതത്തിൽ ഉയർച്ചയ്ക്കൊരു ടൈമുണ്ട്. നമ്മുടെ വീട് വെക്കാനൊരു ടൈമുണ്ട്, അല്ലെങ്കിൽ വിവാഹത്തിനൊരു ടൈമുണ്ട്. നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരാനൊരു ടൈമുണ്ട്. ഭൂമിയിൽ നിന്ന് നമ്മൾ ആ ആത്മാവ് ആ സമയാനുസൃതമായി ആ ശരീരത്തിൽ നിന്ന് ആ സമയം എത്തുമ്പോൾ വിട്ടുപോകാനൊരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. അപ്പം ഈ ടൈം അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീട്ടിലെ കാര്യങ്ങളും അത് നമ്മൾ സമയം കഴിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഫോട്ടോകളായിക്കോട്ടെ, പൊട്ടിയ ഫോട്ടോകളായിക്കോട്ടെ, ആ ചൈതന്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അത്
നമ്മൾ അവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. അതുപോലെ യന്ത്രങ്ങൾ, അതിന് കാലാവധിയുണ്ട്, ടൈമുണ്ട്. അതും ആ സമയം കഴിയുമ്പോൾ മാറ്റണം. എത്ര വലിയ രീതിയിൽ എഴുതിയ യന്ത്രമാണേലും അതിൻ്റെ ഒരു 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 ചൈതന്യം തരാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. നമുക്കാണേലും ഊർജ്ജത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് പഴയ പോലെ ഓർമ്മശക്തിയോ നമുക്ക് അത്ര ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ യന്ത്രത്തിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞാൽ അത്ര യന്ത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത അവിടെ ഇവിടെയും കാണുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ച് വയ്ക്കാതിരിക്കുക. കാരണം ഇതൊക്കെ പലപ്പോഴും ഗുണത്തെക്കാൾ ഉപരി ദോഷമാണ് ചെയ്യുന്നത്. അവിടെ ഇവിടെ അവർ പറയാതെ ഇത് നല്ലതാണ്, അത് നല്ലതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. കാരണം നിങ്ങളൊരു കാര്യം വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, വീട്ടിൽ അത് എപ്പോഴും ഇരിക്കുക. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളെപ്പോഴും ആ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് എനർജി ഉള്ള സാധനമാണെങ്കിൽ ആ ഒരു നെഗറ്റീവിൻ്റെ സാധനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. വീട്ടിൽ സ്ഥിരമായിട്ടിരിക്കുകയാണ്, നമ്മൾ ഒരു തവണ ആയിരിക്കും കൊണ്ട് വയ്ക്കുന്നത്, പിന്നെ അവിടെ അങ്ങ് ഇരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. ആവശ്യമില്ലാതെ ഇവരും പറയുന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ കൊണ്ട് വയ്ക്കരുത്. അത് ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്യും. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിപ്പം വീട്ടിൽ നിന്ന് ഇതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജിയുള്ള അല്ലെ ചൈതന്യം നഷ്ടപ്പെട്ട വസ്തുക്കൾ വീട്ടിൽ നിന്ന് എടുത്ത് കളയണം എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം വീട്ടിലേക്ക് ഐശ്വര്യം വരാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഒരു 6 മണിക്ക് 7 മണിക്ക് ഇടയ്ക്ക് പോവുക. ഞാൻ ചെയ്ത് നോക്കുക. പോയി നിങ്ങളുടെ കയ്യിലുള്ള 1 രൂപ നാണയം ആയിക്കോട്ടെ, 5 രൂപ നാണയം ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, 100 രൂപ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ക്ഷേത്രത്തിൽ നിങ്ങൾ പ്രധാനമായിട്ട് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നെയ്യാണ് സമർപ്പിക്കേണ്ടത്. പെട്ടെന്ന് മാറ്റം വരും. ഇപ്പം കൃഷ്ണൻ ഒരു 40 രൂപയുടെ നെയ്യ് സമർപ്പിക്കുന്നു, ചെറിയ ടിന്ന് മേടിക്കാൻ കൊണ്ടുള്ളൂ. സമർപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പാൽപ്പായസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ആ നെയ്യ് സമർപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഈ ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവസാനം ചെയ്താൽ മതി. ഒരു നാണയമോ, 1 രൂപ നാണയമോ, 5 രൂപയോ 10 രൂപയോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാണയം കയ്യിൽ പിടിച്ച് ഈ പറയുന്നൊരു മന്ത്രം ജപിച്ച്, നാണയമോ നോട്ടോ എന്തും ആകാം കേട്ടോ, അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ സ്വാഹ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ സ്വാഹ. ഹ്രീം എന്നുള്ള ഹായ കേട്ടോ, ജപിക്കരുത്. ഈ മന്ത്രം ജപിച്ച് ശേഷം ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ശേഷം എനിക്ക് ധനവും സമ്പത്തും നൽകണം, എനിക്ക് ജീവിതമാർഗം നൽകണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇത് കയ്യിൽ പിടിച്ച് വലത് കൈയിൽ ചുരുട്ടി പിടിച്ച്, നിങ്ങളുടെ വലത് കൈ ചുരുട്ടി പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ മന്ത്രം ജപിച്ചിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ശേഷം പിന്നെ നിങ്ങൾ ഈ വലത് കയ്യിലിരിക്കുന്ന നാണയമോ നോട്ടോ എന്തോ ആയിക്കോട്ടെ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഭഗവാന്റെ മുന്നിലുള്ള കാണിക്കയിലിടണം. പിന്നെ ശ്രീകോവിലോട്ട് നോക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട, അവിടുന്ന് ഒന്നും മിണ്ടാതെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുക. ഇത് വ്യാഴാഴ്ച നിങ്ങളത് ചെയ്ത് നോക്കിക്കേ. അത് 7 മണിക്ക് മുമ്പ് ചെയ്യണം. രാവിലെ 6 മണിക്ക് 7 മണിക്കുള്ളിൽ അതിൻ്റെ അത് കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന വസ്തുക്കൾ നമ്മൾ കളയണമെന്ന് പറഞ്ഞു. അത് പൊട്ടിയ ഒരു കലമായിക്കോട്ടെ, അതുപോലെ പൊട്ടിയ ഫോട്ടോ ആയിക്കോട്ടെ, ചൈതന്യം നഷ്ടപ്പെട്ട യന്ത്രമായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ, അതുപോലെ പഴകിയ ചെരുപ്പുകൾ. ചിലർ പഴകിയ ചെരുപ്പുകൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കും വലിയ നിധി പോലെ. ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട്, കളയത്തില്ല. അപ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ ഈ പഴകിയ വസ്തുക്കളുടെ കാര്യം ഞാനെല്ലാം പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ കാര്യം, ഈ പഴകിയ ചെരുപ്പായിക്കോട്ടെ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പഴകിയ തുണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് പഴകിയ ചൈതന്യം നഷ്ടപ്പെട്ട ഫോട്ടോ ആയിക്കോട്ടെ, യന്ത്രങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ പഴകിയ സാധനങ്ങളുടെ അല്ലെങ്കിൽ പഴകിയ ചെരുപ്പുകൾ, ഇതിൻ്റെയൊക്കെ ഒരു ശനിയുടെ സ്വാധീനമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ പറയുന്നത്? അതങ്ങനെ തന്നെയാണ്. കാരണം DNA അസ്ട്രോളജി അനുസരിച്ച് ഈ പഴകിയ സാധനങ്ങൾ ശനി സ്വാധീനമാണ്. ഇപ്പോൾ നിങ്ങൾ ചില വീട്ടുകൾ ചെല്ലുമ്പം കാണാം, അവർ ഈ പഴകിയ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ച ചില വീടുകളുണ്ട്. അവിടെ എപ്പോഴും ദുരിതവും ഒരു സമാധാനമില്ലായ്മയും കയറുമ്പോൾ തന്നെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. അവിടെ ഒരു ശനിയുടെ നെഗറ്റീവ് സ്വാധീനമാണ്. ഇപ്പോൾ ശനിക്ക് തന്നെയാണെങ്കിൽ പോസിറ്റീവ് സ്വാധീനമുണ്ട്, നെഗറ്റീവ് സ്വാധീനമുണ്ട്. ഏത് ഗ്രഹത്തിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ശനിയുടെ നെഗറ്റീവ് സ്വാധീനമാണ്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ കലഹം മാറത്തില്ല, കടം വന്ന് തലേ കയറും.
ജോലിക്കൊന്നും പോകാൻ തോന്നത്തില്ല. അതാ അതിൻ്റെ അകത്തൊരു കാര്യം. ജോലിക്ക് പോയാലല്ലേ കൈ പൈസ വരത്തുള്ളൂ, അല്ലെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്താലല്ലേ പണം കൂടുതലായിട്ട് വരത്തുള്ളൂ. അത് ചെയ്യാൻ തോന്നത്തില്ല, അങ്ങനെ ഇരിക്കും. അതിന് കടം കയറി വന്ന് തലേ കയറി ഒരു ഭാഗമാകും. അപ്പം ഈ പഴകിയ ഇതുപോലെ ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളിൽ, അതായത് വീട്ടിൽ ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നവരും ഒക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കുക. പഴയ തുണി ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുക. ഇതെല്ലാം ശനിയുടെ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതെല്ലാം ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നത്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് പഴകിയ ഈ വയറുണ്ടല്ലോ, ഇലക്ട്രിക് വയറുകൾ, ഈ വേണ്ടാത്തൊക്കെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന, ഇതെല്ലാം ഒരു ശനിയുടെ നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പം ഈ അങ്ങനെയുള്ള ഇതുപോലെയുള്ള വസ്തുക്കളുടെ കാര്യം ഈ പറയുന്നത്, ആവശ്യമില്ലാതെ വീട്ടിലുള്ള വസ്തുക്കളുടെ കാര്യം, അത് നിങ്ങൾ പ്രധാനമായിട്ടും വീട്ടിൽ നിന്ന്. ഇനി ഫോട്ടോയുടെ കാര്യം ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞാലെന്ന് വെച്ചാൽ, ഫോട്ടോ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതിന് നമ്മളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെപ്പോഴും കാണുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാളൊരു കാറ് മേടിച്ചെന്ന് വിചാരിക്കും. ഈ കാറ് മേടിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാറും. കാണുന്നവർക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാറും. എന്തുകൊണ്ടാണെന്നറിയോ? ആ വ്യക്തിക്ക് എനിക്ക് കാറ് മേടിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ആ ഒരു ചിന്ത അയാൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കും. അയാൾക്ക് തന്നെ തോന്നും അയാൾ കഴിവുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ പോലെ, നമ്മൾ കാണുന്ന വസ്തുക്കൾ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചൈതന്യം നഷ്ടപ്പെട്ടൊരു ഫോട്ടോയോ യന്ത്രമോ ഒക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യം പറയേണ്ട കാര്യമുണ്ട്. അവൻ്റെ ആ എനർജി, എത്ര എനർജി ഉണ്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം അവൻ്റെ ആ ഒരു ദിവസം അവനെ അത് സ്വാധീനിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയെ അത് സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാലപ്പഴക്കം ചെന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റുക എന്ന് കരുതി ഇപ്പോൾ ഇന്ന് മാറ്റണമെന്ന് നാളെ മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്, സൗകര്യം പോലെ മാറ്റുക. പിന്നെ വീട്ടിലേക്ക് പുതിയ ഫോട്ടോകളെ വീട്ടിലേക്ക് കൊണ്ടുവരണം, പുതുമ വീട്ടിലേക്ക് കൊണ്ടുവരണം. അത് നല്ല മാറ്റം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല, അയ്യപ്പൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ, ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ, വെങ്കടാചലപതിയുടെ ഫോട്ടോ ആയിക്കോട്ടെ, ദേവികളുടെ, നമ്മുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ ദേവിമാരുടെ ഫോട്ടോ ആയിക്കോട്ടെ, പുതിയ ഫോട്ടോകൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. പഴയത് ഡിസ്പോസ് ചെയ്യണം. അത് ഈ സാധനം പിന്നെ ആക്രി എടുക്കാൻ വരുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊടുത്താൽ മതി, എടുക്കുന്നവർക്ക് കൊടുക്കുക. ഇതൊക്കെ എപ്പോഴൊക്കെ അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാറുമ്പോൾ, പുതിയ കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുമ്പോൾ നമുക്ക് ആ മാറ്റം വരും. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല കേട്ടോ. ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും അനുഭവമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ചെയ്യുക, ഇല്ല ചെയ്യണ്ട. അതായത് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തേക്കുള്ള വാതിലോ ജനലോ നമുക്ക് അടച്ച് എപ്പോഴും ഇടണമെന്ന് പറയുന്നില്ല, പക്ഷേ പിന്നെ ആവശ്യമുള്ളപ്പം തുറന്നിടുക. കാരണം വായു സഞ്ചാരം വേണം. പിന്നെ അല്ലെ വെന്റിലേഷൻ വയ്ക്കുക. പക്ഷെ എപ്പോഴും ആ ഒരു തുറന്നിടുന്ന ആ ഒരു രീതി ഒഴിവാക്കി ഒരു അത്യാവശ്യം വായു സഞ്ചാരത്തിന് ഒരു വെന്റിലേഷനോ വല്ലതും വയ്ക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ തുറന്നിടുക. കഴിവതും അടച്ചിടാൻ പറ്റുമെങ്കിൽ, ഇല്ല ചെയ്യണം. കാരണം ഇപ്പോൾ തെക്കോട് ദർശനമുള്ള വീടിനാകുമ്പോൾ മിക്കവാറും ജനലൊക്കെ ചിലപ്പോൾ തുറന്നിടേണ്ടി വരും. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്തൊരു പറ്റുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ വെന്റിലേഷൻ പഠിപ്പിക്കുക. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറക്കുക. ഇതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഈ തെക്കോട്ടുള്ള പ്രത്യേകിച്ച് വാതിലൊക്കെ ഇപ്പം ഒരു പേരയ്ക്ക് കിഴക്കോട്ടാ ദർശനം, അല്ലെ പടിഞ്ഞാട്ടാ ദർശനം, അല്ലെ വടക്കോട്ടാ ദർശനം എന്ന് വെച്ചു. അങ്ങനെയുള്ളവർക്ക് നല്ലതായിട്ട് ചെയ്യാം. തെക്കോട്ടൊരു വാതിലുണ്ടെങ്കിൽ അത് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക. നല്ലതാണ് നിങ്ങൾ അതെ. അല്ലെങ്കിൽ ജനലുണ്ടെങ്കിൽ അടച്ചിടുക, അല്ലെങ്കിൽ വാതിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ വാതിൽ ഒഴിവാക്കുന്നതിന് മുമ്പ് കുറച്ച് അടച്ചിട്ട് നോക്കുക. അല്ലെങ്കിൽ വായു സഞ്ചാരം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ വെന്റിലേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്താൽ മതി, ഇല്ല ചെയ്യണം. ഞാൻ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വായു സഞ്ചാരത്തിന് എന്തെങ്കിലും വെന്റിലേഷനോ കാര്യങ്ങളോ കൊടുക്കണം. വായു സഞ്ചാരം അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ വായു സഞ്ചാരം നല്ലതായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇരിക്കുന്നവർക്ക് നല്ല ചിന്തകളുണ്ടാവും, നല്ല എനർജി ഉണ്ടാകും. അപ്പം സൂര്യപ്രകാശം, അതുപോലെ വായു സഞ്ചാരം, ഇതൊക്കെ വീട്ടിൽ ആവശ്യമാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തോളാം. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. പറ്റുവാണെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ പലപ്പോഴും ഈ ചെറിയ കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്നത്. വലിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നവരൊന്നും അല്ല. വലിയ കാര്യങ്ങളുടെ പിറകെ പോകുന്നവർക്കല്ല മാറ്റം ഉണ്ടാകുന്നത്.
ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നവരുടെ ജീവിതമാണ് മാറുന്നത്. അതുപോലെ തന്നെ വ്യാഴാഴ്ച നിങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചു. ഈ വ്യാഴാഴ്ച ഇങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് ആ ഇപ്പം 6:30 സൂര്യോദയെങ്കിൽ 6:30 7 മണിക്ക് ഉള്ളിൽ ക്ഷേത്രദർശനം നടത്തിയിരിക്കണം. ഇപ്പോൾ വ്യാഴാഴ്ച കൃഷ്ണനെ പോയി നിങ്ങൾ ദർശനം നടത്തണം. നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരികയും കൂടെ വേണം. വീട്ടിൽ നിന്ന് നമ്മുടെ ഐശ്വര്യഹാനിയുള്ള വസ്തുക്കൾ മാറ്റുന്നതോടൊപ്പം വീട്ടിലേക്ക് ഐശ്വര്യം വരികയും വേണം. പിന്നെ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് നിങ്ങൾ നടത്തണം. നെയ്യാണ് സമർപ്പിക്കേണ്ട കേട്ടോ, സാമ്പത്തികത്തിന്. പിന്നെ എന്തും ചെയ്യാം, പെട്ടെന്ന് മാറ്റം വരാൻ വേണ്ടി. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക. ആ കുടുംബം രക്ഷപ്പെട്ടിരിക്കും. വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം പറഞ്ഞ പോലെ ചെയ്യുക. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ വെള്ളിയാഴ്ച നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്യ് സമർപ്പിച്ച പെട്ടെന്ന് സാമ്പത്തികം വരും. നിങ്ങൾ ചെയ്ത് നോക്കിയോ. ചെറിയൊരു 40 രൂപ ചുറ്റി നെയ്യോ, അത്ഭുതകരമായ കാര്യമാണ്. നെയ്യ് ഭദ്രകാളിക്ക് സമർപ്പിക്കുക, കടുംബായുസം കൂടെ സമർപ്പിക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ ഭാഗ്യശക്തി പുഷ്പാഞ്ജലികൾ ചെയ്യുക. സാമ്പത്തിക ആ കുടുംബം രക്ഷപ്പെടും. അപ്പം പിന്നെ മലയാള മാസം 1-ാം തീയതി നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവമാണ്. വല്ലപ്പോഴുമെങ്കിലും ഇപ്പം നമ്മൾ എന്നും എല്ലാ ആഴ്ചയും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നു. മാസത്തിൽ ഒന്നെങ്കിലും ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണം. അതൊരു അനുഭവമാണ്. ഈ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മളിൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. ഒരേ അനുഭവം തന്നെ നമുക്ക് ചേഞ്ച് വരുത്തണമെന്നില്ല. ഇടയ്ക്ക് നമ്മുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകുമ്പം നല്ലൊരു യാത്രയാണത്. ആ യാത്ര എന്ന് പറയുമ്പം ഓരോ യാത്രയിലും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കാണും. ആ പുതുമകൾ നമ്മുടെ മനസ്സിനെ ഉണർത്തും. മാത്രമല്ല, ഈ ദൂരെയുള്ള ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രം എന്ന് പറയുമ്പം അവിടെ ചൈതന്യം കൂടുതൽ ഉള്ള ക്ഷേത്രമാകുമ്പം ഇപ്പം ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഏതും ആയിക്കോട്ടെ, ഞാൻ മനസ്സിൽ വന്ന 4 ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ആ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തിയാലുള്ള ഗുണം എന്നാന്ന് കഴിഞ്ഞാൽ ആ ചൈതന്യത്തിന് ചെറിയൊരു അംശം മതി നമ്മുടെ ജീവിതം മാറാൻ. അങ്ങനെ എത്രയോ പേര് വീട് സ്ഥലവും മേടിച്ചവരുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ് അമ്പലപ്പുഴയിലൊക്കെ പോയി വീട് സ്ഥലവും മേടിച്ചവർ ഒരുപാട് ആളുകളുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തവർ ജീവിതം അതുപോലെ. കാരണം ആ ചൈതന്യത്തിന് ചെറിയൊരു അംശം മതി നമ്മുടെ ജീവിതം മാറ്റാൻ. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. അപ്പോൾ നിങ്ങൾ മാസത്തിലൊന്ന് അത് ചെയ്യുക. ആഴ്ചകളിൽ ഈ പറഞ്ഞ പോലെ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോവുക, തിങ്കളാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക, വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക, നെയ്യ് സമർപ്പിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്യുന്നു, ഏതാണ്ടൊക്കെ അറിയുന്നു, പലരും പലതും പറയുന്നു, പലതിൻ്റെയും പുറകെ പോകുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും ചെല്ലുമ്പം പറയും ഇന്ന സാധനം കൊണ്ട് വീട്ടിൽ വെച്ചാൽ നല്ലതാണ്, അതുകൊണ്ട് വീട്ടിൽ വെക്കും. അതോടെ അവൻ്റെ കാര്യം തീരുമാനമാകും. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത് ഒരിക്കലും. തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകുന്നതാണ് ഏറ്റവും വലിയ അധപ്പതനം, വേറൊന്നുമല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യാവുള്ളൂ. ഇതൊന്നും കൊണ്ട് വീട്ടിൽ വെക്കരുത്. കാരണം ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു തവണയായിരിക്കും കൊണ്ട് വെക്കുന്നത്, പക്ഷേ അത് ദിവസം അവിടെ ഇരിക്കുകയാണ്. അത് ദിവസവും വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഓരോ ദിവസങ്ങളിലും ആ ഒരു പരിവർത്തനം ഉണ്ടാകേണ്ട സമയങ്ങളാണ്. അത് ഒരു പല തടസ്സങ്ങളായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗം ഇച്ചിരി ഈ മണ്ണിട്ട് വല്ല ഉയർത്തുന്നത് നല്ലതാണ്. സത്യമാണ് പറഞ്ഞുകൊണ്ടു, മണ്ണിട്ട് ഉയർത്തുന്നത് നല്ലതാണ്. പിന്നെ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഈ മതിൽ വല്ലതും പൊളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് കെട്ടി ശരിയാക്കണം, നല്ലതാണ്. കാരണം അതിനകത്തൊക്കെ കാര്യമുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ ബാധിക്കുന്ന ദൃഷ്ടിദോഷമാണ്. ഈ ദൃഷ്ടിദോഷം മാറണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആദ്യ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നൽകുക. ചെമ്പരത്തിമാലയും കൂടെ വെച്ചാൽ പെട്ടെന്ന് മാറ്റം വരും. ഇനി ചെമ്പരത്തിമാലയിലെ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക, രക്തപുഷ്പാഞ്ജലി ചെയ്യുക. ഒരു കടുംബായുസം കൂടെ അതിൻ്റെ കൂടെ, രക്തപുഷ്പാഞ്ജലിയുടെ കൂടെ കടുംബായുസം ഉണ്ട്, എന്നാൽ ഒരു കടുംബായുസം കൊടുത്താൽ നല്ലതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. രാവിലെ ഒരു ഗണപതി ഹോമം കൊടുക്കുക, വൈകിട്ട് ഭഗവതി സേവ കൊടുക്കുക. ഇത് ക്ഷേത്രത്തിൽ ചെയ്താൽ അധികം പൈസയൊന്നും ആകത്തില്ല. ആവശ്യമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ 3 മാസത്തിലൊന്നോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. എന്ത് ദൃഷ്ടിദോഷം ഉണ്ടെങ്കിലും മാറിപ്പോകുന്നതാണ്. ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ വലിയ കല്ലുകൊണ്ട് ഏറ് കിട്ടിയാലും കണ്ണുകൊണ്ട് ഏറ് കിട്ടിയാലെന്നാണ് പറയുന്നത്. ഈ കണ്ണേറ് വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ബുദ്ധിയെ തന്നെ സ്തംഭിപ്പിച്ചു പോകും ഈ കണ്ണേറെന്ന് പറയുന്നത്. എത്രയോ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിത്തത്തിൽ ഉഴപ്പുന്നു.
നല്ലതായിട്ട് ബിസിനസ് ചെയ്യുന്നവർ പെട്ടെന്ന് ബിസിനസ്സിൽ നശിക്കുന്നു. ഇതൊക്കെ ഒരു 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 നമുക്കറിയാം, അവർ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ശരിയാകുന്നില്ല. ഇതൊക്കെ ഒരു കണ്ണേർ അല്ലെങ്കിൽ ദുഷ്ടദോഷങ്ങൾ ചില കാര്യങ്ങൾക്കകത്തും ചില കാര്യങ്ങളില്ലാതില്ല. പിന്നെ നമ്മളുടെ പരിശ്രമത്തിൻ്റെ കുറവും കൊണ്ടും ഉണ്ടാകാം. അതാണെങ്കിൽ അത് പരിഹരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള ദൈവാധീനത്തിനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറകെ പോവുകയും ചെയ്യരുത്. ഈശ്വരനെ വിളിക്കുന്നത് നല്ല കാര്യമാണ്, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്, നല്ല കാര്യങ്ങളാണ് ഇതുപോലെ ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആവശ്യമില്ലാത്ത തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല നിങ്ങൾക്ക് തള്ളിക്കളയാം. എല്ലാം ഞാൻ നല്ല അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? എല്ലാം നല്ല പ്രാർത്ഥനയിൽ തന്നെയാണ് പറഞ്ഞത്, എല്ലാം നല്ല ചിന്തയിൽ തന്നെയാണ് പറഞ്ഞത്. വീട്ടിലുള്ള പഴയ വസ്തുക്കൾ മാറ്റണമെന്ന് പറഞ്ഞാൽ ഈ പഴയ വസ്തുക്കൾ പഴകിയ ഒരു ഊർജ്ജമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഊർജ്ജമായിരിക്കും. അതുകൊണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞു. അത് നമ്മളെപ്പോഴും കാണുന്ന വസ്തുക്കളായതുകൊണ്ട് ആ ചില വസ്തുക്കൾ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാം. എൻ്റെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളുമാണ് പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ ഹസ്തരേഖയൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യണമെന്ന് പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ, വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന പ്രാർത്ഥനകളും ഒക്കെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ ഫ്രീ ആയിരിക്കുമ്പോൾ വാട്സപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം, പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. നർപ്പവി എന്ന് വെച്ചാൽ നല്ലത് വരട്ടെ, ഒരു സിദ്ധമന്ത്രമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.